أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? സന്തോഷമാണോ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. എല്ലായിടത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ പറയാത്ത എന്താ? നല്ല മക്കളാക്കട്ടെ. ആമീൻ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും കൂട്ടുകാർക്കും അയൽവാസികൾക്കും എല്ലാം അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇന്ന് ഉസ്താദ് ചെറിയ കുറച്ച് ഗെയിമുകൾ കളിക്കാൻ പോവാണ്. നിങ്ങൾ കൂടെ ഉണ്ടോ? രസമുള്ള, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വായിക്കാനൊക്കെ അറിയോന്ന് നോക്കുന്ന ചെറിയ ടെസ്റ്റ്. കൂടെ ഉണ്ടോ? ഉണ്ടോ? എന്ന് എൻ്റെ മക്കൾ വേഗം പുസ്തകം എടുക്കുക. പുസ്തകം എടുത്തിട്ട് കെസുൻ എന്ന പാടെടുക്കുക. കെസുൻ പാഠം അറിയില്ലേ? നമ്മൾ പാടിയിട്ടുണ്ടായില്ലേ കെസുൻ എന്ന്? കെസിൽ എന്ത് കുടിക്കുമ്പോഴും പാടിക്കേ. കെസിൽ എന്ത് കുടിക്കുമ്പോഴും ബിസ്മില്ലാ നീ ചൊല്ലിടണേ. കെസിൽ എന്ത് കുടിക്കുമ്പോഴും കൈവലതാക്കാനോർത്തിടണേ. കെസിൽ എന്ത് കുടിക്കുമ്പോഴും ഇരുന്നിടാനായി നോക്കിടണേ. കെസിൽ എന്ത് കുടിക്കുമ്പോഴും അന്തിമിൽ ഹംദും ഓതിടണേ. നമ്മൾ പാടിയില്ലേ? ആ പാഠം എടുക്ക്. കെസുൻ എന്ന പാഠം വേഗം എടുക്ക്. എടുത്തുല്ലേ? ഇനി ഉസ്താദ് അതിൽ ചില അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എണ്ണാനൊക്കെ അറിയാം? എത്ര വരെ എണ്ണാൻ അറിയാം? 100 വരെ എണ്ണാൻ അറിയാം? 1000 വരെ എണ്ണാൻ അറിയാം? ചില കുട്ടികൾക്കൊക്കെ അറിയില്ലേ? അൽഹംദുലില്ലാഹ്. 10 വരെ എണ്ണാൻ എല്ലാവർക്കും അറിയില്ലേ? അറിയുന്നൊന്ന് എണ്ണിക്കേ. 1 2 3 4 5 6 10. അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ എണ്ണട്ടാ. ഉസ്താദ് 1 പറയുമ്പോൾ നിങ്ങൾ 2 പറയാം. ഉസ്താദ് 3 പറയുമ്പോൾ നിങ്ങൾ 4 പറയാം. അങ്ങനെ കേട്ടോ. 1 3 5 7 9. അൽഹംദുലില്ലാഹ്. ഇപ്പൊ എണ്ണാനൊക്കെ നന്നായിട്ട് അറിയൂലേ? ഇനി ഉസ്താദ് ചെറിയ ടെസ്റ്റ് നടത്താണേ. കെസുൻ പാഠം തുറന്നു വെച്ചില്ലേ? ഇനി അതില് കീ കണ്ടോ? കീന്ന് കാഫിന് കസ്റ് കൊടുത്ത കീ കണ്ടോ? കണ്ടു അല്ലേ? അത് എത്ര എണ്ണ ഉണ്ട് എന്ന് നിങ്ങൾ
പറയണം. പുസ്തകത്തിൽ ആദ്യമേ ഉള്ളതും ഉണ്ടാകും, പിന്നെ നിങ്ങൾ എഴുതി കൊടുത്തതൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂട്ടിയിട്ടാണ് പറയേണ്ടത്. കെസൻ പാഠത്തിൽ കി എന്ന് എത്ര തവണ വന്നിട്ടുണ്ട് പറയാനായിട്ടില്ലേ? ഉസ്താദ് പറഞ്ഞോ എന്ന് പറയുമ്പോഴേ പറയാവൂ. കെസുൻ പാഠത്തിൽ എത്ര തവണ കി വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5 കഴിഞ്ഞിട്ടോ? റെഡി അല്ലേ? എണ്ണം കിട്ടിയല്ലോ. ഉസ്താദ് ചോദിക്കാൻ പോവാണ് എത്ര എണ്ണം കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം. എന്നാ പറയാം, എത്ര എണ്ണം കിട്ടി നിങ്ങൾക്ക്? 4 എണ്ണം ഉള്ളൂ. ചില കുട്ടികൾക്ക് 6 കിട്ടിയിട്ടുണ്ട്, ചില കുട്ടികൾക്ക് 4 കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ട് അതില്? കീ എന്ന് 6 തവണ വന്നിട്ടുണ്ട് അല്ലേ? 4 എണ്ണം ആദ്യമേ പുസ്തകത്തിലുണ്ട്, 2 എണ്ണം എൻ്റെ പൊന്നു മക്കള് എഴുതിയിട്ടുണ്ട്. കീ. അൽഹംദുലില്ലാ. ഇനി നേരെ പുറത്തുള്ള പാഠമില്ലേ, ഹജ്മുൻ, ആ പാഠം എടുക്കുക. ഹജ്മുൻ എന്ന പാഠം എടുത്തോ? ഇനി അതിലെ ചോദ്യാട്ടാ. ഹജ്മുൻ എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ എഴുതിയതൊക്കെ കൂട്ടുട്ടോ, അതെല്ലാം കൂട്ടിയിട്ടാണ് എണ്ണം പറയേണ്ടത്. ഹജ്മുൻ എന്ന പാഠത്തിൽ എത്ര തവണ ഹു ഹു എന്ന് വന്നിട്ടുണ്ട്? ഹ ഇനി ലമ്മ് കൊടുത്ത ഹു എത്ര തവണ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എത്ര എണ്ണം ഉണ്ട്? നിങ്ങൾ എണ്ണിക്കട്ടോ. 1, 2, 3, 4, 5. സമയം കഴിഞ്ഞ് എന്താ പറയാ, എത്ര തവണ വന്നിട്ടുണ്ട്? നിങ്ങൾ തെരഞ്ഞു പിടിച്ചില്ലേ ഹു എത്ര തവണ ഉണ്ട് എന്നാ പറ. അൽഹംദുലില്ലാ. ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന്, ചില കുട്ടികൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. വേഗം കണ്ടെത്തിക്കോ. ഒന്ന് പറഞ്ഞേ, പറഞ്ഞവരൊന്നുകൂടെ പറഞ്ഞു എത്ര തവണ ഹൂ ഉണ്ട്? മാഷാ അല്ലാ. 3 അല്ലേ? 4 ആണോ? അല്ല, 5 തവണ ഹൂ എന്നുണ്ട്. ശരിയല്ലേ? അൽഹംദുലില്ലാ. ഇനി നേരെ അതിൻ്റെ ഇപ്പുറത്ത് ലബിനുൻ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ലബിനുൻ കണ്ടോ? ആ പാഠത്തിൽ ലബിനുൻ എന്ന് എത്ര തവണ വന്നിട്ടുണ്ട്? ആ പാഠത്തിൽ ലബിനുൻ എന്ന് എത്ര തവണ വന്നിട്ടുണ്ട്? പറ. മാഷാ അല്ലാ. എത്ര തവണയുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. ഇനി അതിലെ ആ പാഠത്തിൽ തന്നെ 3 പ്രാവശ്യം വന്ന ഒരു പദമുണ്ട്. അക്ഷരല്ലേ? 3 പ്രാവശ്യം വന്ന ഒരു പദമുണ്ട്. ആ പദം ഏതാണ് എന്ന് പറയണം. ലാ, ലീ, ലു ഒക്കെ എന്താവുന്നുണ്ട്? ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതല്ല, പദം ലബിനുൻ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വാക്ക് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പദം അതേതാണ് എന്ന് പറയണം. പറയാനായിട്ടില്ല, ഉസ്താദ് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. കണ്ടെത്തിക്ക വേഗം. കണ്ടെത്തിയോ? റെഡി? 1, 2, 3 എന്നാ പറ. ഏതാ? മാഷാ അല്ലാ. ബോർഡിൽ കണ്ടോ? കണ്ടോ? ഇതല്ലേ വന്നിട്ടുള്ളേ. പിന്നെ എന്താ വായിക്കാം? ബദലുൻ. അൽഹംദുലില്ലാ. നല്ല മക്കളല്ലേ, ഉഷാറായിട്ട് വായിച്ചു പഠിക്കേണ്ട കുട്ടികളാണല്ലേ. അള്ളാഹു നല്ല മക്കളാക്കട്ടെ, എല്ലായിടത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. നിന്റെ പൊന്നു മക്കളൊന്ന് എണീറ്റേ, നിങ്ങനെ കാണിച്ച്, നീ കൈകൊണ്ട് നിങ്ങനെ ഒന്ന് കാണിച്ചേ. മാഷാ അല്ലാ. ഇരിക്കും. ഇനി ഉസ്താദ് ബോർഡിൽ കുറച്ച് വാക്കുകൾ ഇങ്ങനെ തരാം. നിങ്ങൾ പഠിച്ച വാക്ക് തന്നെയാണ്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. തരട്ടെ?
ഇത് കഴിഞ്ഞിട്ട് ഉസ്താദ് എന്ത് ചെയ്യുമെന്നറിയോ? ബോർഡിലുള്ളതൊക്കെ മായ്ക്കും. എന്നിട്ട് 2 വാക്ക് എൻ്റെ പൊന്നുമക്കളോട് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ കാണാണ്ട് എഴുതണം. അത് ബോർഡിലും ഉണ്ടാവില്ല, പുസ്തകത്തിൽ നോക്കാൻ പാടില്ല, ഉമ്മാനോടൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ എഴുതണം. എഴുതുവോ? ബോർഡിൽ വരട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ മക്കൾ ആദ്യം പുസ്തകം തുറന്നു വെച്ചിട്ട് അതിൽ സബബുൻ എന്ന് പറയുന്ന പാഠം വന്ന ഭാഗമില്ലേ, ഈ ഭാഗം അത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വെക്ക്. ബോർഡിൽ വരുന്ന വാക്കുകൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയാണ്. അപ്പൊ ആദ്യം ബോർഡിൽ നോക്കിയിട്ട് വായിക്കുക, പിന്നെ പുസ്തകത്തിൽ നോക്കിയിട്ടും വായിക്കുക. വായിക്കോ? ഒന്ന് ഉഷാറായിട്ട് ഒന്നുകൂടെ എണീറ്റേ ഇരിക്കും. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മക്കളാക്കട്ടെ, ആമീൻ. ഇനി ബോർഡിലേക്ക് നോക്കിയേ, കണ്ടോ? ബോർഡിൽ വാക്ക് കണ്ടോ? 10 വാക്കുണ്ടോ? ഒന്ന് എണ്ണി നോക്കിയേ, 10 ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 വാക്കുണ്ട് അല്ലേ? ഈ 10 വാക്കും നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ വായിച്ചതാണ്, നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. നമുക്കൊന്ന് വായിക്കാം അല്ലേ? ഫസ്റ്റ് എന്താ വായിക്കുക? സമക്കുൻ. മാഷാ അല്ലാഹ്. എന്താ വായിച്ചേ? സമക്കുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ, സമക്കുൻ. ആ ബോർഡിൽ കണ്ട വാക്കില്ല സമക്കുൻ എന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ? നോക്കിയേ, കണ്ടു അല്ലേ? എന്നാ വിരൽ വെച്ചിട്ട് അതിന് മേലെ വെച്ചേ, വിരൽ അതിന്റെ മുകളിൽ വെച്ച്. ഇനി പുസ്തകത്തിലേക്ക് നോക്കിയിട്ടൊന്ന് വായിച്ചാൽ എന്താ വായിക്കുക? സമക്കുൻ. വായിക്ക്. സമക്കുൻ. ഒന്നുകൂടെ, സമക്കുൻ. അൽഹംദുലില്ലാ. ഇനി അടുത്ത വാക്കെന്താ? സിദ്ലൻ. എന്താ കൂട്ടി വായിക്കാം? സിദ്ലൻ. ചില കുട്ടികളൊക്കെ പെട്ടെന്ന് വായിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരും വായിക്കണം. നിങ്ങൾ കുറേ തവണ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ച് ഇങ്ങനെ വായിച്ച് നിങ്ങൾക്ക് കിട്ടും. എന്താ വായിക്കുക? സിദ്ലൻ. ഒന്നുകൂടെ വായിച്ചേ, സിദ്ലൻ. അൽഹംദുലില്ലാ. അത് പുസ്തകത്തിലുണ്ടോ? ഉണ്ടല്ലേ? അതിന്റെ മേലെ കൈവച്ചേ, വിരല് വെച്ചേ, വായിച്ചേ, സിദ്ലൻ. അൽഹംദുലില്ലാ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള വാക്യേതാ? സുദുസുൻ. സുദുസുൻ. എന്താ വായിക്കുക? സുദുസുൻ. ഒന്നുകൂടെ, സുദുസുൻ. ഒന്നുകൂടെ, സുദുസുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ വായിച്ചേ. പുസ്തകത്തിലുണ്ടോ നോക്കിയേ, പുസ്തകത്തിൽ വിരൽ വെച്ചിട്ടൊന്ന് വായിച്ചേ, വായിക്ക്. സുദുസുൻ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ 3 എണ്ണം വായിച്ചു, 3 എണ്ണം കണ്ടു അല്ലേ? ഇനി അടുത്ത ഇസ്മുൻ. അൽഹംദുലില്ലാ. എന്താ വായിക്കാം? ഇസ്മുൻ. ഒന്നുകൂടെ, ഇസ്മുൻ. ഒന്നുകൂടെ, ഇസ്മുൻ. അൽഹംദുലില്ലാ. പുസ്തകത്തിൽ കണ്ടു. നമ്മ പുസ്തകത്തിൽ കൈവരൽ വെച്ച് വായിക്ക്. ഇസ്മുൻ. അൽഹംദുലില്ലാ. അതിന്റെ അപ്പുറത്തുള്ളത് ദസമുൻ. ദസമുൻ. ഒന്നുകൂടെ വായിക്കും. ദസമുൻ. 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 അൽഹംദുലില്ലാ. അത് പുസ്തകത്തിലുണ്ടോ? പുസ്തകത്തിൽ നോക്കിയിട്ട് വായിച്ച്. ദസമുൻ.
ഇനി ലാസ്റ്റ് അവിടെ പുസ്തകത്തിലുള്ള ലാസ്റ്റ് വാക്ക് നിങ്ങളുടെ ബോർഡിലുണ്ട്. എന്താ? ബസ്മുൻ. 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 അപ്പൊ 6 വാക്കുകള് ബോർഡിലുള്ളത് സബബുൻ പാഠത്തിന്റെ ഭാഗത്തുണ്ട് അല്ലേ? അതൊന്ന് വായിച്ച് 6 ഇവിടെ നിങ്ങളൊന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പുസ്തകത്തിലേക്ക് നോക്കിയിട്ടൊന്ന് വായിച്ചേ. സമക്കുൻ, സിദ്ദിലുൻ, സുദ്ദുസുൻ, ഇസ്മുൻ, ദസമുൻ, ബസ്മുൻ അല്ലേ? ഒന്ന് വായിച്ച്, നിങ്ങൾ വായിച്ച ഫസ്റ്റ് എന്താ വായിക്കാം? സമക്കുൻ. അടുത്തത് സിദ്ദിലുൻ. അടുത്തത് സുദ്ദുസുൻ. അടുത്തത് ഇസ്മുൻ. അടുത്തത് ദസമുൻ. അടുത്ത് ബസ്മുൻ. അൽഹംദുലില്ലാഹ്, നല്ല മക്കളാണല്ലേ. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒന്നുകൂടെ ശ്രദ്ധ വായിക്കട്ടെ. സമക്കുൻ, സിദ്ദിലുൻ, സുദ്ദുസുൻ, ഇസ്മുൻ, ദസമുൻ, ബസ്മുൻ. ഇനിയും ബോർഡില് ഒരു 4 വാക്ക് കൂടെ ഉണ്ട്. അതെന്താ വായിക്കുക? ഫസ്റ്റ് എന്താ വായിക്കുക? കബിദുൻ. 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 അൽഹംദുലില്ലാഹ്. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ടോ? ഉണ്ടില്ലേ? ഏത് പാഠത്തിലാ? ഇസ്സുൻ എന്ന് പറയുന്ന പാഠത്തിലുണ്ട്. കണ്ടില്ലേ? കണ്ടോ? എന്നാ അതിന്റെ മേലെ കൈവിരൽ വെച്ചിട്ടൊന്ന് വായിച്ച്. കബിദുൻ. ഒന്നുകൂടെ. കബിദുൻ. ഒന്നുകൂടെ. കബിദുൻ. അൽഹംദുലില്ലാഹ്. ഉമ്മമാരെ, ഒരു നോട്ട് പുസ്തകവും പേനയും അല്ലെങ്കിൽ കടലാസ് പെൻസിലും മക്കളുടെ മുമ്പിൽ കൊണ്ടുവെക്കണേ. ഇൻഷാ അല്ലാഹ് ഇത് കഴിയലോടുകൂടെ കേട്ടെടുത്ത് നടത്താൻ പോവാണ്. നിങ്ങളടുത്ത് ആരാ ഉള്ളത്? ഉപ്പുണ്ടോ, ഉമ്മയുണ്ടോ, ആരാ ഉള്ളത്? എന്ന് അവരോട് പറ. നോട്ട് പുസ്തകവും പേനയോ അല്ലെങ്കിൽ കടലാസ് പെൻസിലോ. ഈ 10 വാക്കിൽ നിന്ന് ഉസ്താദ് 2 വാക്ക് നിങ്ങളോട് പറയും. ഉസ്താദിന് 2 ഉത്തരവ് എഴുതിയിട്ട് നിങ്ങൾ കാണിച്ചു തരണം. കാണിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെവിടെയാ വായിച്ചേ? കബിദുൻ വായിച്ചു. കണ്ടില്ലേ? ഇനി അതിന്റെ അപ്പുറത്തുള്ള വാക്ക് എന്താ വായിക്കുന്നേ? കിലമുൻ. എന്താ വായിക്കാം? കിലമുൻ. ഒന്നുകൂടെ ഉഷാറായിട്ട്. കിലമുൻ. കിലമുൻ. അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ ഉഷാറായിട്ട് വായിച്ചേ. കിലമുൻ. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ? കിലമുൻ ഉണ്ടല്ലേ? കിലമുൻ. അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ ഉഷാറായിട്ട് വായിച്ചേ. കിലമുൻ. മാഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് പുസ്തകത്തിലെ മൂന്നാമത്തെ ബോർഡിലുണ്ട്. എന്താ വായിക്കുക? അക്ലുൻ. 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 പുസ്തകത്തെ കണ്ടോ? കണ്ടില്ലേ? അൽഹംദുലില്ലാഹ്. ഇനി ലാസ്റ്റ് ഒരു വാക്കുണ്ട് അല്ലേ? ഞാൻ വായിക്കൂല, നിങ്ങൾ വായിക്കും. നിങ്ങൾ പഠിച്ച 3 അക്ഷരങ്ങളാ. ഒന്ന് ദൽവൻ പാടത്ത് പഠിച്ചു, രണ്ടാമത്തെ അക്ഷരം ലബീനം പാടത്ത് പഠിച്ചു, മൂന്നാമത്തെ അക്ഷരം ഇസ്വൻ പാടത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. മാഷാ അല്ലാഹ്, ചില കുട്ടികൾ വായിച്ചു. വായിക്കാത്തൊരു ശരിക്കും വായിച്ചേ. ദ ദൽകുൻ. 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 അൽഹംദുലില്ലാഹ്. എല്ലാം ഒന്ന്
തുടക്കം മുതൽ ഉസ്താദ് വായിക്കാണ്. എന്നിട്ട് ബോർഡിലുള്ളത് ഒഴിവാകും. ഇനി പുസ്തകം അടച്ചു വെച്ചേ, ടെക്സ്റ്റ് പുസ്തകം അടച്ചു വെച്ചോ, തഫീം അടച്ചു വെക്കുക, മെല്ലെ വെക്കുക. ഇനി ബോർഡിലേക്ക് നോക്ക്. നോക്കിയില്ലേ? നോക്കിയോ? വായിക്കാൻ പോവാണേ. ഉസ്താദ് ആദ്യം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഉസ്താദ് വായിക്കുമ്പോൾ നിങ്ങളോട് വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വായിക്കട്ടാ. സമക്വൻ, സിദ്ദിലുൻ, സുദുസുൻ, ഇസ്മുൻ, ദസമുൻ, ബസ്മുൻ, കബിദുൻ, കിലമുൻ, അക്ലുൻ, ദൽകുൻ. ഇനി ഉസ്താദ് വായിക്കാം, നിങ്ങൾ വായിക്കണം. സമക്വൻ, സിദ്ദിലുൻ, സുദുസുൻ, ഇസ്മുൻ, ദസമുൻ, ബസ്മുൻ, കബിദുൻ, കിലമുൻ, അക്ലുൻ, ദൽകുൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ല മക്കളാക്കട്ടെ. എന്നാ നോട്ട് പുസ്തകവും പേനയും, അല്ലെങ്കിൽ നോട്ട് പുസ്തകവും കടലാസ് പെൻസിലും എടുക്കുക. പുസ്തകം അടച്ചു വെച്ചോ? ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കിക്കോ. ഇതിൽ നിന്ന് 2 വാക്കുകൾ എൻ്റെ പൊന്നു മക്കൾ എഴുതണം. വേഗം എഴുതണം, ഒരുപാട് സമയമൊന്നും തരൂല കേട്ടോ. പറയട്ടെ ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് സമക്വൻ. സമക്വൻ വേഗം എഴുതണം. സമക്വൻ. 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 പെട്ടെന്ന് എഴുതണേ. സമക്വൻ. സമക്വൻ. 5 വരെ എണ്ണുമ്പോഴേക്ക് എഴുതണം കേട്ടോ. 1, 2, 3, 4, 5. അൽഹംദുലില്ലാഹ്. ചില കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? സമക്വൻ. അടുത്ത വാക്കിട്ടോ, സിദ്ദിലുൻ. 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 എഴുതിക്കോ. സിദ്ദിലുൻ. പെട്ടെന്ന് എഴുതണം കേട്ടോ. ചില കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ട് ഉഷാറായിട്ട്. എണ്ണാണ് ഉസ്താദ്. 5 വരെ എണ്ണുമ്പോഴേക്ക് സമയം കഴിയും. പിന്നെ എഴുതിയാൽ കൂട്ടൂല. 1, 2, 3, 4, 5. അൽഹംദുലില്ലാഹ്. അപ്പൊ 10 വാക്കുകളിൽ നിന്ന് 2 വാക്ക് ഉസ്താദ് ചോദിച്ചപ്പോൾ ഉഷാറായിട്ട് ചില കുട്ടികൾ എഴുതി. ചില കുട്ടികൾ പതുക്കെ എഴുതുന്നുള്ളൂ. സാരമില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറേ പഠിക്കുമ്പോൾ എഴുത്തൊക്കെ ഉഷാറാവും. അല്ലാഹു നന്നായിട്ട് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പൊ 2 എണ്ണം എഴുതില്ലേ? സമക്വൻ, സിദ്ദിലുൻ എഴുതില്ലേ? നിങ്ങളുടെ ഉത്തരം ശരിയാണോ നോക്കണ്ടേ? എന്നാ പുസ്തകം തുറക്ക്. നിങ്ങളുടെ പുസ്തകം തുറന്നിട്ട് സബബുൻ പാടെടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവുണ്ട്. നിങ്ങൾ കണ്ടുല്ലേ? കണ്ടോ? നിങ്ങൾ എഴുതിയ പോലെ തന്നെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എവിടെ നോക്കുക അറിയാം? നമ്മളിങ്ങനെ 6 വാക്കുകൾ പഠിച്ചില്ല, വായിച്ചില്ല. അതിന്റെ താഴെ നോക്കി
ഒരാകാശ നീലയിലും മഞ്ഞ കളറിലുള്ള ബോക്സ് കണ്ടോ? കണ്ടോ? സമക്വൻ എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്തോ സിദ്ദില്യൻ കണ്ടില്ല? കണ്ടോ? സമക്വൻ പിന്നെ സിദ്ദില്യൻ കണ്ടില്ലേ? അതേപോലെ തന്നെയാണ് നിങ്ങൾ എഴുതിയേ. അൽഹംദുലില്ലാ. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ പൊന്നു മക്കള് ഒരു വർക്ക് ചെയ്യോ, സ്വലാത്തൊക്കെ ചെല്ലിയതിൻ്റെ ശേഷം നമ്മൾ എന്നും തരാറുണ്ടല്ലേ? ചില കുട്ടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ സമക്വൻ എന്ന് കേട്ടിട്ട് നടത്തിയില്ലേ? അത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടില്ലേ? അവിടെ ഒരു മഞ്ഞ കളർ കണ്ടോ? കണ്ടോ? ആ മഞ്ഞ കളറില് ഒരു സ്ഥലത്ത് സമക്വൻ എന്ന് എഴുതുക, ഇപ്പുറത്ത് സിദ്ദിലുൻ എന്ന് എഴുതുക. മനസ്സിലായോ? സമക്വൻ എന്ന് എഴുതുക, പുറത്ത് സിദ്ദിലുൻ. നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. അതിന്റെ താഴെയോ സ കണ്ടോ? സി സു സുൻ. അതും അതിൻ്റെ ഇപ്പുറത്തുള്ള കള്ളിയിൽ മനോഹരമായിട്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഉസ്താദിന് അയച്ചു കൊടുക്കണം. കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. എല്ലായിടത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. നിന്റെ മക്കൾ എണീറ്റേ, ഇങ്ങനെ പിടിച്ചേ. സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് ഒരുമിച്ച് ചൊല്ലട്ടോ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ല മക്കളാക്കട്ടെ, എല്ലായിടത്തും വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.